ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധീൻ സേനുദ്ദീൻ. പ്രധാന വാർത്തകൾ. സമാധാനത്തിനും സുരക്ഷയ്ക്കും പുരോഗമന ആശയങ്ങൾക്കുമൊപ്പമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേറ്റു. പുതിയ സർക്കാരിന്റെ വിദേശ നയങ്ങൾ വൻ വിജയമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇനിയും ഉയരുമെന്നും കേന്ദ്രമന്ത്രി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ സർക്കാരുകളുടെ സത്യപ്രതിജ്ഞ നാളെ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് കാനഡയെ നേരിടും. വാർത്തകൾ വിശദമായി. സമാധാനത്തിനും സുരക്ഷയ്ക്കും പുരോഗമന ആശയങ്ങൾക്കും ഒപ്പമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ജനങ്ങളുടെ ക്ഷേമവും സുരക്ഷിതത്വവും ഉറപ്പാക്കുക എന്നതാണ് തന്റെ ലക്ഷ്യമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഇന്ത്യൻ പ്രധാനമന്ത്രിയായി മൂന്നാം തവണയും അധികാരമേറ്റ ശ്രീ നരേന്ദ്രമോദിക്ക് ആശംസകൾ നേർന്ന മുൻ പാകിസ്ഥാൻ പ്രധാനമന്ത്രി നവാസ് ഷെരീഫിന്റെ സാമൂഹ്യ മാധ്യമ പോസ്റ്റിനോട് പ്രതികരിക്കുകയായിരുന്നു അദ്ദേഹം. പാക് പ്രധാനമന്ത്രി ഷഹബാസ് ഷെരീഫും ശ്രീ മോദിക്ക് ആശംസകൾ നേർന്നു. ഐക്യത്തെയും ഒരുമയെയും പ്രതിനിധീകരിക്കുന്ന കാലാതീതമായ പരിശീലനമാണ് യോഗയെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സമഗ്രമായ ക്ഷേമത്തിനായി ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ജനങ്ങളെ യോഗ ഏകോപിപ്പിച്ച് നിർത്തുന്നതായും അദ്ദേഹം സാമൂഹ്യ മാധ്യമത്തിൽ കുറിച്ചു. ജൂൺ 21 അന്താരാഷ്ട്ര യോഗാ ദിനത്തിന് മുന്നോടിയായി വിവിധ യോഗാസനങ്ങളെക്കുറിച്ച് വിവരിക്കുന്ന വീഡിയോയും പ്രധാനമന്ത്രി പങ്കുവച്ചു. വൈവിധ്യമാർന്ന സംസ്കാരങ്ങളെയും ഭൂവിഭാഗങ്ങളെയും ബന്ധിപ്പിക്കുന്നതിനുള്ള യോഗയുടെ കഴിവിനെയും ശ്രീ മോദി പ്രശംസിച്ചു. ജീവിത വെല്ലുവിളികളെ ശാന്തമായി നേരിടുന്നതിന് അവസരമൊരുക്കുന്ന യോഗയെ എല്ലാവരും ജീവിതശൈലിയിലൂടെ ഭാഗമാക്കണമെന്നും അദ്ദേഹം അഭ്യർത്ഥിച്ചു. മൂന്നാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേറ്റു. മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച തീരുമാനം ഇന്നലെ രാത്രിയാണ് പുറത്തുവന്നത്. രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ്, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ, ആരോഗ്യമന്ത്രി JP നഡ്ഡ, കൃഷിമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ ഉൾപ്പെടെയുള്ള മന്ത്രിമാരാണ് ഇന്ന് ചുമതലയേറ്റത്. മൂന്നാം മോദി സർക്കാരിന്റെ വിദേശ നയങ്ങൾ വൻ വിജയമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ചുമതലയേറ്റ ശേഷം പറഞ്ഞു. ഇന്ത്യയുടെ സ്വാധീനം വളരുകയാണെന്നും പ്രതിസന്ധി ഘട്ടത്തിൽ കൂടെ നിൽക്കുന്ന യഥാർത്ഥ സുഹൃത്തായി ഇന്ത്യയെ മറ്റു രാജ്യങ്ങൾ കരുതുന്നുണ്ടെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇനിയും ഉയരുമെന്നും അദ്ദേഹം പറഞ്ഞു. ചൈനയും പാകിസ്ഥാനുമായി നിലനിൽക്കുന്ന അതിർത്തി തർക്കങ്ങൾക്ക് പരിഹാരം കണ്ടെത്തുന്നതിലും അതിർത്തി കടന്നുള്ള ഭീകരവാദം തടയുന്നതിലും കൂടുതൽ ശ്രദ്ധ നൽകുമെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി. രാജ്യത്തെ സാധാരണ ജനങ്ങൾ പ്രധാനമായും ആശ്രയിക്കുന്ന ഗതാഗത സംവിധാനമാണ് റെയിൽവേ എന്നും റെയിൽവേയുടെ അഭിവൃദ്ധിക്ക് കൂടുതൽ പരിഗണന നൽകുമെന്നും കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. റെയിൽവേ, വാർത്താവിതരണ, പ്രക്ഷേപണ മന്ത്രാലയങ്ങളുടെ ചുമതല ഏറ്റെടുത്ത ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ പരിവർത്തന കാഴ്ചപ്പാട് സഫലീകരിക്കാൻ എല്ലാ ശ്രമങ്ങളും നടത്തുമെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കി. വാർത്താവിതരണ പ്രക്ഷേപണ സഹമന്ത്രിയായി എൽ മുരുകൻ ഇന്ന് ചുമതലയേറ്റു. സർക്കാരിന്റെ പദ്ധതികളും നയങ്ങളും ജനങ്ങളിലെത്തിക്കാൻ ആശയവിനിമയം വളരെ പ്രധാനമാണെന്നും അതിനായി മികച്ച പ്രവർത്തനം ഉറപ്പാക്കുമെന്നും ചുമതലയേറ്റ ശേഷം ശ്രീ എൽ മുരുകൻ പറഞ്ഞു. കേരളത്തിൽ നിന്നുള്ള കേന്ദ്ര സഹമന്ത്രിമാരായ സുരേഷ് ഗോപിയും ജോർജ് കുര്യനും ഇന്ന് ചുമതലയേറ്റു. പെട്രോളിയം, പ്രകൃതിവാതക മന്ത്രാലയത്തിന്റെയും ടൂറിസം മന്ത്രാലയത്തിന്റെയും ചുമതലയാണ് ശ്രീ സുരേഷ് ഗോപിക്കുള്ളത്. ന്യൂനപക്ഷകാര്യ, ഫിഷറീസ് സഹമന്ത്രിയാണ് ശ്രീ ജോർജ് കുര്യൻ. ആന്ധ്രാപ്രദേശ് മുഖ്യമന്ത്രിയായി TDP അധ്യക്ഷൻ N ചന്ദ്രബാബു നായിഡു നാളെ സത്യപ്രതിജ്ഞ ചെയ്യും. വിജയവാഡയിലെ ഗന്നവാരത്താണ് സത്യപ്രതിജ്ഞാ ചടങ്ങുകൾ. 4ാം തവണ മുഖ്യമന്ത്രി സ്ഥാനത്തെത്തുന്ന ചന്ദ്രബാബു നായിഡു ആന്ധ്ര വിഭജനത്തിന് ശേഷം ഇത് 2ാം തവണയാണ് സംസ്ഥാനത്ത് അധികാരത്തിലെത്തുന്നത്. മന്ത്രിസഭാ രൂപീകരണവുമായി ബന്ധപ്പെട്ട് NDA MLA-മാരുടെ യോഗം വിജയവാഡയിൽ ഇന്ന് ചേർന്നു. ഒഡീഷയിലെ പുതിയ മുഖ്യമന്ത്രിയെ നിശ്ചയിക്കുന്നതിനായി BJP നിയമസഭാ കക്ഷിയോഗം ഇന്ന് ചേരും. ഭുവനേശ്വറിലെ പാർട്ടി ആസ്ഥാനത്ത് ഉച്ചതിരിഞ്ഞാണ് യോഗം. കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, ഭൂപേന്ദ്ര യാദവ് എന്നിവരെ നിയമസഭാ കക്ഷി യോഗത്തിലെ നടപടിക്രമങ്ങൾ നിരീക്ഷിക്കുന്നതിന് കേന്ദ്ര നേതൃത്വം ചുമതലപ്പെടുത്തിയിട്ടുണ്ട്. പുതിയ സർക്കാരിന്റെ സത്യപ്രതിജ്ഞ ഭുവനേശ്വറിലെ ജനതാ മൈതാനിൽ നാളെ വൈകുന്നേരം നടക്കും. സുരേഷ് പൂജാരി, KV സിംഗ് ദേവ്,
മോഹൻ ചരൺ മാഞ്ചി എന്നീ മുതിർന്ന നേതാക്കളുടെ പേരുകളാണ് സജീവ പരിഗണനയിലുള്ളത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. അടിയന്തര പ്രമേയത്തിന് സ്പീക്കർ അവതരണാനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ചാണ് പ്രതിപക്ഷം സഭയിൽ നിന്നും ഇറങ്ങിപ്പോയത്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധി സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്നും N. ഷംസുദ്ദീനാണ് അടിയന്തര പ്രമേയം അവതരിപ്പിക്കാൻ അനുമതി തേടിയത്. 10,000-കണക്കിന് വിദ്യാർത്ഥികളുടെ ഉപരിപഠനം പ്രതിസന്ധിയിലാണെന്ന് പ്രതിപക്ഷം ആരോപിച്ചു. SSLC പാസ്സായ വിദ്യാർത്ഥികൾക്ക് ഉപരിപഠനത്തിന് യാതൊരു പ്രതിസന്ധിയും മലബാർ മേഖലയിലില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി V. ശിവൻകുട്ടി മറുപടി നൽകി. 3 അലോട്ട്മെന്റുകൾക്ക് ശേഷം സീറ്റിൽ കുറവുണ്ടാകുന്നുണ്ടെങ്കിൽ പരിഹരിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് കഴിഞ്ഞ കുറച്ച് മാസങ്ങളായി സാമ്പത്തിക പ്രതിസന്ധി നേരിടുന്നു എന്നത് ഒരു വസ്തുതയാണെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും ആനുകൂല്യങ്ങൾ പരമാവധി വിതരണം ചെയ്യാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ടെന്നും അദ്ദേഹം നിയമസഭയിൽ വ്യക്തമാക്കി. നികുതി പിരിവ് ഊർജിതപ്പെടുത്തിയും ചെലവുകൾക്ക് മുൻഗണന കൊടുത്തും മുന്നോട്ടു പോവുകയാണ്. ആവർത്തന സ്വഭാവമുള്ള ഭരണച്ചെലവുകൾക്ക് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടെന്നും ധനമന്ത്രി വ്യക്തമാക്കി. മെഡിക്കൽ പ്രവേശനത്തിനുള്ള നീറ്റ് UG പരീക്ഷയിൽ ക്രമക്കേട് ആരോപിച്ചുള്ള ഹർജിയിൽ സുപ്രീംകോടതി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിക്ക് നോട്ടീസ് അയച്ചു. പരീക്ഷയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യപ്പെട്ടതായി കോടതി നിരീക്ഷിച്ചു. എന്നാൽ നീറ്റ് പരീക്ഷയുടെ കൌൺസിലിംഗ് നിർത്തിവെക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി തള്ളി. വിഷയത്തിൽ കോടതി അടുത്ത മാസം 8-ാം തീയതി വീണ്ടും വാദം കേൾക്കും. സിക്കിമിൽ മുഖ്യമന്ത്രി പ്രേം സിംഗ് തമാങ്ങിന്റെ നേതൃത്വത്തിലുള്ള പുതിയ മന്ത്രിസഭയുടെ ആദ്യ യോഗം ഇന്ന് ചേർന്നു. MLA സഞ്ജീത് ഖരലിനെ പ്രോടേം സ്പീക്കറായി നിയമിക്കാൻ യോഗം ശുപാർശ ചെയ്തു. ഇന്ത്യയും ഖത്തറും തമ്മിലുള്ള ഉഭയകക്ഷി ബന്ധം കൂടുതൽ ശക്തിപ്പെടുത്താൻ ഇരു രാജ്യങ്ങളും പ്രതിജ്ഞാബദ്ധരാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമദ് അൽതാനിയുമായുള്ള സംഭാഷണത്തിന് ശേഷം സാമൂഹ്യ മാധ്യമത്തിലാണ് പ്രധാനമന്ത്രി ഇക്കാര്യം കുറിച്ചത്. ഖത്തർ അമീറിന്റെ ഊഷ്മളമായ ആശംസകൾക്ക് ശ്രീ നരേന്ദ്രമോദി നന്ദി രേഖപ്പെടുത്തി. ഉത്തർപ്രദേശിൽ 403 നിയമസഭാ മണ്ഡലങ്ങളിലേക്കുമുള്ള കോൺഗ്രസിന്റെ ധന്യവാദ് യാത്രയ്ക്ക് ഇന്ന് തുടക്കം. കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിയും പാർട്ടി ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധിയുമാണ് യാത്രയ്ക്ക് തുടക്കം കുറിക്കുക. ഉച്ചയ്ക്ക് ശേഷം റായ്ബറേലിയിലെ ഭൂയേമോ ഗ്രാമത്തിൽ സംഘടിപ്പിക്കുന്ന പൊതുസമ്മേളനത്തിൽ നേതാക്കൾ റായ്ബറേലിയിലെയും അമേഠിയിലെയും തിരഞ്ഞെടുപ്പ് വിജയത്തിൽ ജനങ്ങൾക്ക് നന്ദി പറയും. ജൂൺ 15-ന് ധന്യവാദ് യാത്ര സമാപിക്കും. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ ഇന്ന് പാകിസ്ഥാൻ കാനഡയെ നേരിടും. രാത്രി 8 മണിക്ക് ന്യൂയോർക്കിലാണ് മത്സരം. കഴിഞ്ഞ 2 മത്സരങ്ങൾ പരാജയപ്പെട്ട പാകിസ്ഥാന് ഇന്നത്തെ മത്സരം നിർണായകമാണ്. 2026 ഫിഫ ലോകകപ്പിലേക്കുള്ള യോഗ്യതാ മത്സരത്തിൽ ഇന്ത്യ ഇന്ന് ഖത്തറിനെ നേരിടും. ദോഹയിൽ രാത്രി 9:15-നാണ് മത്സരം. യോഗ്യതാ മത്സരത്തിന്റെ 3-ാം റൌണ്ടിലേക്ക് കടക്കാൻ ഇന്ത്യയ്ക്ക് ഗ്രൂപ്പ് എയിലെ ആദ്യ 2 സ്ഥാനങ്ങളിൽ ഒന്ന് ഉറപ്പിക്കണമെന്നതിനാൽ ഇന്നത്തെ മത്സരം നിർണായകമാണ്. ഖത്തറിനെതിരെ ജയം നേടിയാൽ 2027 നടക്കുന്ന ഏഷ്യ കപ്പിലേക്കും ഇന്ത്യ യോഗ്യത നേടും. ഇന്ത്യയുടെ ഇതിഹാസ താരം സുനിൽ ഛേത്രി വിരമിച്ചതിനെ തുടർന്ന് ഗോൾ കീപ്പർ ഗുർപ്രീത് സിംഗ് സന്ധുവാണ് ഇന്ത്യൻ ടീമിനെ നയിക്കുന്നത്. നിലവിൽ 13 പോയിന്റോടെ ഖത്തർ ഗ്രൂപ്പിൽ ഒന്നാമതാണ്. 5 പോയിന്റുമായി ഇന്ത്യ 2-ാം സ്ഥാനത്താണ് ഉള്ളത്. ജൂൺ മാസത്തെ നികുതി ഇനത്തിൽ അധിക ഗഡുവായി 1,39,750 കോടി രൂപ സംസ്ഥാനങ്ങൾക്ക് അനുവദിക്കാൻ കേന്ദ്ര ധനമന്ത്രാലയം തീരുമാനിച്ചു. വികസനവും മൂലധന ചെലവും ത്വരിതപ്പെടുത്താൻ ഇത് സഹായകമാകും. ഉത്തർപ്രദേശിനാണ് ഏറ്റവും കൂടുതൽ തുക വകയിരുത്തിയിരിക്കുന്നത്, 25,000 കോടിയിലധികം രൂപ. പ്രധാന വാർത്തകൾ വീണ്ടും. സമാധാനത്തിനും സുരക്ഷയ്ക്കും പുരോഗമന ആശയങ്ങൾക്കും ഒപ്പമാണ് ഇന്ത്യയിലെ ജനങ്ങൾ നിലകൊള്ളുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. 3-ാം നരേന്ദ്രമോദി സർക്കാർ സത്യപ്രതിജ്ഞ ചെയ്തതിന് പിന്നാലെ കേന്ദ്രമന്ത്രിമാർ ഇന്ന് ഔദ്യോഗികമായി ചുമതലയേറ്റു. പുതിയ സർക്കാരിന്റെ വിദേശ നയങ്ങൾ വൻ വിജയമായിരിക്കുമെന്ന് വിദേശകാര്യമന്ത്രി S. ജയശങ്കർ. ലോകരാജ്യങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ സ്വാധീനം ഇനിയും ഉയരുമെന്നും കേന്ദ്രമന്ത്രി. ആന്ധ്രാപ്രദേശ്, ഒഡീഷ സർക്കാരുകളുടെ സത്യപ്രതിജ്ഞ നാളെ. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ ഇന്ന് പ്രതിപക്ഷ വാക്കൌട്ട്. 2020 ലോകകപ്പ് ക്രിക്കറ്റിൽ പാകിസ്ഥാൻ ഇന്ന് കാനഡയെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.